എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റോഡ് ട്രിപ്പ് പോവാണ്. CMMCയുടെ കൂടെയാണ്, കനേഡിയൻ മലയാളി മോട്ടോർ സൈക്കിൾ ക്ലബിൻ്റെ കൂടെ നമ്മൾ റോഡ് ട്രിപ്പ് പോവാണ്. ഹൺസ്വില്ലോട്ടാണ് യാത്ര. അപ്പം ആ ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും CMMCയുടെ ഒരു ട്രിപ്പ് പോകുന്നതാണ്. ഈ വർഷം ഞാൻ റൈഡ് ചെയ്യുന്നില്ല, പകരമായിട്ട് ട്രെയിലർ സപ്പോർട്ടിനായിട്ട് പോവാണ്. നമ്മൾ യൂഹോളിൽ നിന്ന് ഒരു ട്രെയിലർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 1-2 വണ്ടികൾ ഇൻ കേസ് ഒരു റിപ്പയറോ മെയിൻ്റനൻസിന് എന്തെങ്കിലും ഇഷ്യൂസോ റോഡ് സൈഡിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിലറിന് സപ്പോർട്ടായിട്ട് അപ്പോൾ നമ്മൾ മെയിൻലി പോകുന്ന ഇച്ചിരി ഉൾപ്രദേശങ്ങളിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്ക് വണ്ടികൾ അല്ലെങ്കിൽ സർവീസ് സപ്പോർട്ടുകളൊന്നും കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ ഇൻ കേസ് വണ്ടിക്ക് എന്തെങ്കിലും ബൈക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഉടനെ ട്രെയിലറിൻ്റെ അകത്ത് കയറ്റുന്നു, സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അതിന് വേണ്ടിയാണ് മെയിൻലി ട്രെയിലർ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര ഇവിടെ തുടങ്ങാം. ലെറ്റ്സ് ഗോ. ക്യാമറമാൻ അർജുനും ഉണ്ട് കേട്ടോ. അർജുൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോക്കകത്തൊന്നും പറയാറില്ല പൊതുവെ. അർജുനാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അർജുൻ എൻ്റെ കോളേജ് മേറ്റാണ്, ക്ലാസ്മേറ്റാണ്. ഞാനും കാനഡയിൽ എത്തിപ്പെട്ടു, ഇപ്പോൾ റൂംമേറ്റുമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒറീലയിലാണ്. ആക്ച്വലി ഒരു പഴയ ടൗണാണ്. നല്ല ബിൽഡിങ്ങുകളൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ലെഫ്റ്റ് സൈഡിലൊരു ഇതുണ്ടോ, പള്ളിയാണോ? ഇല്ല, മേ ബി ലൈബ്രറി എന്തെങ്കിലും പരി മാർക്കറ്റാണ് അല്ലേ? സിറ്റി ഹോളുണ്ട്. ഫ്രണ്ട് നല്ലൊരു പള്ളി വരുന്നുണ്ട്, പഴയ ഒരു. സോറി, ഞാനത് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഏകദേശം 10-30ഓളം ബൈക്കുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ബൈക്കുകളെല്ലാം ഒന്ന് കാണിക്കാം. അപ്പം ജസ്റ്റ് ഒരു കോഫി എല്ലാം കുടിച്ച് വന്നിട്ട് പെയ്യെ നമ്മുടെ ട്രിപ്പ് ബാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ബാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഈ റൂട്ട് ആക്ച്വലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന റൂട്ടാണ്. ബാല എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ അവിടെ ഒരു സ്മോക്കിംഗ് ബേർഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേക്ക് ഹൗസോ അങ്ങനത്തെ ഒരു ബാർബിക്യൂ എന്താണ് പറയുന്നത് കറക്റ്റായിട്ടുള്ളതൊക്കെ. ഞാൻ അവിടെ നമുക്ക് ആ ഒരു ലൊക്കേഷനോടാണ് പോകുന്നത്. നമുക്കിനി കാഴ്ച വിഷയം കാണാം.
അപ്പം നമ്മൾ ഇന്നിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളുള്ളത് സ്മോക്കിംഗ് ബേഡ്സാണ്. നമ്മളെല്ലാ സീസണിലും കൈൻഡ് ഓഫ് എപ്പോഴും ഇവിടെ എത്താറുണ്ട്. നമ്മുടെ ഗ്രൂപ്പും ഇപ്പോൾ ഈ ഓരോന്നോരോന്നര എത്തി തുടങ്ങി. നമ്മളിപ്പം ബ്രിസ്ക്കറ്റാണ് മേടിക്കുക. ഫുഡിൻ്റെ വിശേഷം പറയാം. അതിനുമ്പോൾ ബൈക്കുകൾ എത്തി തുടങ്ങി. ഒരു ഗ്രൂപ്പ് എത്തി. വണ്ടികൾ വീയെ പാർക്ക് ചെയ്യട്ടെ. അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും തണലൊക്കെ നോക്കി വെക്കുകയാണ്. എന്നാലും വെയിലാണ്. ഇപ്പോൾ 2 മൾട്ടി സ്റ്റാഡയുണ്ട്. GS-ന് 650 പോകുന്നുണ്ട്. വണ്ടി എടുത്തില്ല, ഞാൻ ട്രെയിലറായിട്ട് വന്നുകൊണ്ട്. നമ്മളപ്പം ഹാഫ് പൗണ്ട് ബ്രിസ്ക്കറ്റാണ് പറഞ്ഞേക്കുന്നത്. സ്ലോലി കുക്ക്ഡ്. നമ്മുടെ പുറകിലുള്ള സ്മോക്കേഴ്സ് കാണാം. അതിൻ്റെ അകത്ത് 2 ദിവസം എനിക്ക് മോർ ദാൻ 1 ഡേ എടുത്ത് കുക്ക് ചെയ്യുന്നതാണ്. സ്ലോലി കുക്ക്ഡ് ആയിട്ടുള്ളതാണ്. അറൗണ്ട് 16 hours കുക്ക് ചെയ്യുന്നത്. സോറി, മോർ ദാൻ 2 hours സമയമെടുക്കും ഓരോ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കിത് പയ്യെ കഴിച്ച് ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഓക്കെ, ഇപ്പം അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് ബേഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പെയ്യ ഇനി അടുത്ത് നമ്മുടെ ലൊക്കേഷനിലായിട്ട് പോവാണ്. ഇന്നത്തെ സ്റ്റേ നമ്മൾ ഹൺസ്വില്ലാണ് ഒരു മോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടുള്ളവർക്ക് അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന മോട്ടലാണ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഉള്ളത് അവിടെയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഹൺസ്വില്ലിൽ നമ്മുടെ മോട്ടലിലോട്ട് പോകണം. അപ്പം പല ഗ്രൂപ്പുകളായിട്ടാണ് തിരിഞ്ഞ് പോകുന്നത്. ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് 35 പേർക്കൊക്കെ ഒരുമിച്ച് റൈഡ് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ പാടാണ്. പല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നവരുണ്ട്, അതുതന്നെ പലർക്കും പല റൈഡിങ് സ്റ്റൈൽസാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് പോകേണ്ട വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും പല ഗ്രൂപ്പായിട്ട് പോകും, ഒരു കോമൺ ലൊക്കേഷൻ വെച്ച് കാണും. അങ്ങനെയാണ് റൈഡുകൾ മെയിൻലി പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 10-35 പേരൊക്കെ ഒരുമിച്ച് റൈഡ് ചെയ്യുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യാനും അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് പോകുന്നത്. നമ്മൾ എല്ലാ ഗ്രൂപ്പിൻ്റെയും ബാക്കിലായിട്ട്, ഏറ്റവും ബാക്കിലായിട്ട് കമ്പാരിറ്റീവ്ലി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ട്രെയിലർ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ. ഓഹോ, മനുഷ്യനെ പിടിപ്പിക്കാനാണ് ഗ്യാസ് അടിക്കാൻ കയറുന്നത് ചോദിക്കുന്നുണ്ട്. ബോസ് എന്താണ് നടക്കുന്നത്? ബോസ് എന്താണ് അങ്ങനെ പോകുന്നു റൈഡൊക്കെ? നമ്മുടെ അടിപൊളിയായിട്ട് പോകുന്നു ബോസ്. അതെ, പ്രവീൺ ചേട്ടൻ നമ്മുടെ അഡ്മിനാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് വാൽക്കരി വീഡിയോയും അതുപോലെ ബോൾട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതാണോ ആദ്യം വരുന്നത് അതാണോ ആദ്യം വരുന്നത് അറിയത്തില്ല. എന്തായാലും പ്രവീൺ ചേട്ടന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. CMMCയുടെ നെടുന്തൂണാണ്. എത്ര പേരുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ്? ഇപ്പോൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 11 അല്ലേ? യെസ്. അപ്പോൾ ഗ്യാസ് അടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇവർ. കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തി. നമ്മൾ ഇന്ന് ഈ മോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഇപ്പം അടുപ്പിച്ച് ഇവിടെ തന്നെ വരുന്നത്. നമ്മൾ ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഫുഡ്, ഇന്ന് വൈകിട്ടത്തെ സ്നാക്സ്, ഇന്ന് നൈറ്റിലെ ഡിന്നർ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനെല്ലാ സാധനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, റോബിൻ ചേട്ടന്, വിനോദ് ചേട്ടന് എല്ലാവരും നേരത്തെ തന്നെ വന്ന്
ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം സജ്ജമാക്കുന്നു. ഇനി ബാ നമുക്ക് ഇനി കലവറ നടക്കുന്നത് കാണാം. ബാ കലവറ എന്നിട്ട് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ബാ ഉണ്ടാക്കുക എന്നാ ടേസ്റ്റ് ചെയ്യാനാ. ബിനോയ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ചിക്കൻ ഫ്രൈ. This is the last group. Yeah. അപ്പോൾ റോബിൻ ചേട്ടനും ബിനോയ് ചേട്ടനും നേരത്തെ വരെ വന്നെല്ലാം സ്നാക്സിലുണ്ടാക്കി. നമുക്കിന്ന് പഴംപൊരിയുണ്ട്, ഉള്ളിവടയുണ്ട്, ചിക്കൻ ഫ്രൈ റെഡിയാകുന്നു, ചായ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വന്നു ഇവിടെ എല്ലാവരും സേഫായിട്ട് എത്തി. സ്നാക്സും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഈ ഒരു വൈകിട്ടത്തെ കൂടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ചേട്ടനും അനീഷേട്ടനും എല്ലാവരും കൂടെ നേതൃത്വത്തിൽ. ഓക്കെ, നമുക്ക് ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, മോര് കറിയുണ്ട്. തോരൻ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, അറിയത്തില്ല, ഞങ്ങൾ ടൈമിനനുസരിച്ചാണ്. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. എനിവേസ് അത്യാവശ്യം പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ചില്ലി കണ്ടിരിക്കുകയാണ്. എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. നോക്കാം, നമുക്ക് കുക്കിങ്ങിലേക്ക് ശ്രദ്ധ പോകാം. അതുകൊണ്ടാണ് ഞാൻ സജഷനായിട്ട് പറഞ്ഞത്. വേണമെങ്കിൽ ഉപ്പിട്ടായിരുന്നോ? പിന്നെ അടിച്ചു വെച്ചാൽ മതി. ഇതിന് വേറെ അടച്ചോ, അത് കഴിഞ്ഞെല്ലാം നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഒന്നുമില്ല, പറ്റോ. അരിഞ്ഞു വിട്ടിട്ടുള്ള തക്കാളി പക്ഷെ അത് കണ്ട് കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, അടച്ചു വെച്ചാൽ മതി. അടുത്ത് മതി. ആ മതി, നോക്കണ്ട. മുറിച്ച് വെക്കുന്നതേ ഉള്ളൂ. ഒന്ന് മിക്സ് ചെയ്യട്ടോ. വലിയ പീസാണോ? നല്ല വലിയ പീസാ. ചിക്കൻ പുറത്തില്ലേ? അല്ല, ഇതൊന്ന് മിക്സ് ചെയ്ത് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചാൽ മതി. വെള്ളം ഇറങ്ങട്ടെ. ഈ ചോറാകുമ്പോഴത്തേക്ക് താഴെ പോരെ.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ ഉപ്പുമാവ് റോബിൻ ചേട്ടൻ്റെ നേതൃത്വത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഉപ്പുമാവും പഴമുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചായ റെഡിയാണ്. അതുപോലെ ഇന്നലത്തെ ചിക്കൻ കറി സൈഡിൽ നിന്ന് ചിരിക്കാൻ വളരെ എളുപ്പമാണ് ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ. ഓക്കെ ഗൈസ്, രാവിലെ തന്നെ നമുക്ക് ഒരു പറ്റം സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്, ചെറുപ്പക്കാരായിട്ട് സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്. ക്യാമറ തെരിഞ്ഞു വരും. റോബിൻ ചേട്ടനാണ് നമുക്ക് വേണ്ടി രാവിലെ ഉപ്പുമാവ് നേതൃത്വം വഹിച്ചത്, ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ അബി ബ്രോ ഉണ്ട്, അനീഷ് ചേട്ടനുണ്ട്, ആകാശ് ബ്രോ ഉണ്ട്, വിവേക് ബ്രോ ഉണ്ട്. വിവേക് എന്നല്ലേ വേണ്ടോ, വിജിത് ബ്രോ, സോറി. അപ്പോൾ രാവിലെ എല്ലാവരും ഈ രാവിലെ ചായ കുടിച്ചിട്ടിരിക്കുന്നു. അവിടെ ഇച്ചിരി സീരിയസ് ആയ എന്തോ ടോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകണ്ട. റോബിൻ ചേട്ടാ, വിന്റർ ഈ ഫ്ലോറിങ്ങിൻ്റെ പരിപാടി കൂടി, സമ്മർ നമുക്ക് ഇതുപോലെ കാറ്ററിംഗ് പരിപാടി പിടിക്കാം. അല്ല തിരിച്ചാലും കുഴപ്പമില്ല. ഒള്ളി മോട്ടോർ സൈക്കിൾ ഗ്രൂപ്പ്സ്. ഇന്നൊക്കെ ചിക്കൻ കറി വെച്ചൊരു പൊടി, ഇന്നാണ് ഞെട്ടിക്കാനാണ്. ചേട്ടാ അപ്പൊ ഇതിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കേണ്ട, എന്തിനും കഴിക്കാൻ കൊടുക്കാം. ഇല്ല ആഹാരം കൊടുത്തോളൂ, സീനാണ്. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്ര പെയ്യെ തുടങ്ങുകയാണ്. എല്ലാവരും പെയ്യെ റെഡി ആവുന്നു, വണ്ടികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ പെയ്യെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് യാത്ര പെയ്യെ തുടങ്ങുകയാണ്. ചാച്ചൻ ഓൾറെഡി എത്തിയിട്ടുണ്ട്, ചാച്ചൻ എത്തിയിട്ടുണ്ട്, സിബിൻ എത്തിയിട്ടുണ്ട്, അതുൽ ബ്രോ എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് രാവിലെ എത്തിയാണ്. ചാച്ചനെ നമുക്ക് ഉടനെ പരിചയപ്പെടാം. പല വീഡിയോസിനകത്ത് വന്നിട്ടുണ്ട്, അല്ല നമ്മുടെ വാവാ ട്രിപ്പിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ആരാണ് ജാക്സൺ എന്നുള്ളത്. ഓക്കെ, എന്തായാലും ജാക്സൺ ബ്രോയുടെ വീഡിയോ വരുന്നതാണ്. അതുപോലെ MT10ൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അമ്മോ ആരാധന വീട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബാക്കി കഴിച്ച് കാണാം.
നമ്മളിപ്പോൾ ഉള്ളത് ഓക്സ്റ്റാങ് റിവർ റാപ്പിഡ് എന്ന സ്ഥലത്താണ്. ആക്ച്വലി നമ്മളൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആശിഷ് പോ അങ്ങനെ കുറേ പേരുകളുണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. കമ്പാരിറ്റീവ്ലി ഇന്നിപ്പോൾ വെള്ളം കുറവാണ്, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ വാട്ടർ വെച്ച് അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്സ്റ്റാങ് റിവർ റാപ്പിഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വെള്ളം നല്ല രീതിയിൽ കുത്തിയൊക്കെ ഒഴുകി പോകുന്നു. യെസ്, നമുക്ക് യാത്ര തുടരാം. അവർ നമുക്കാ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്താണ് ഇടയ്ക്ക്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ ബീവട്ടലിലാണ്. ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. എല്ലാവരും ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യുന്നു, ഫുഡൊക്കെ കഴിക്കുന്നു. ഞാൻ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. എനിക്ക് സംഭവം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി കുറച്ചുകൂടെ ഈസിയാണ്. ഇവരിപ്പം നെക്സ്റ്റ് ന്യൂ മാർക്കറ്റിലോട്ട് പോകും. അവിടെ നിന്നാണ് പലരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. പല പല റീജിയൻസിൽ നിന്നാണ് വന്ന ആൾക്കാരാണ്. മെയിൻലി നയഗ്ര എന്നുണ്ട്, ഹാമിൽട്ടൺ എന്നുണ്ട്, അതുപോലെ അലിങ്സ്റ്റൺ, ബ്രാംപ്ടൺ, അങ്ങനെ പല പല സ്ഥലത്തോട്ട് സെപ്പറേറ്റ് ആയി പോകേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പായിരിക്കും ലാസ്റ്റ് സ്റ്റോപ്പ്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് ഇവിടുന്നാണ് വീട്ടിലോട്ട് പോകാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എല്ലാവരും യാത്ര വരണം, പയ്യെ പോകണം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.